Hi friends and welcome back to my channel. 2023-24 SSC ഫിസിക്കൽ ടെസ്റ്റ് സെപ്റ്റംബർ 23 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് SSC ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉള്ള 2 ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇനി 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു വീഡിയോയിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. യുവർ ഫസ്റ്റ് പോയിന്റ് ആണ് ഫിസിക്കൽ നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ 1 year 2 days ആയിരിക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് 1 month ഉണ്ട്, ചിലർക്ക് 2 weeks ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സോ യുവർ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് ഈറ്റ് ക്ലീൻ ഫുഡ്. അതായത് ക്ലീൻ ആയിട്ടുള്ള ഫുഡ് വേണം ഇനി നിങ്ങൾ ഇൻടേക്ക് ചെയ്യേണ്ടത്. സ്പെഷ്യലി നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഉണ്ടാക്കുന്നത് അത് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇൻടേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണം. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഔട്ട്സൈഡ് ഹോട്ടലിൽ നിന്നോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുഡ് പോയിസൺ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 3 to 5 days നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റോപ്പ് ആവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡിയുടെ സ്റ്റാമിനയും സ്പീഡും എല്ലാം കുറയുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിനെ നല്ലപോലെ ബാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടൈമിങ്ങിനെ നല്ലപോലെ ബാധിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിന് 1 month ഉണ്ടെങ്കിലും ലാസ്റ്റ് 2 days ഉണ്ടെങ്കിലും പരമാവധി നിങ്ങൾ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, ഹോട്ടൽ ഫുഡ് അവോയ്ഡ് ചെയ്യുക, ക്ലീൻ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ നല്ലപോലെ കഴിച്ചിട്ട് പോവുക. ഫിസിക്കലിൻ്റെ തലേന്നും അതുപോലെ തന്നെ ഫിസിക്കൽ ഡേയും എന്താണ് കഴിക്കേണ്ടതെന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഒരു സെക്കൻഡ് പോയിന്റ് ആണ് ടേക്ക് പ്രോപ്പർ സ്ലീപ്പ്. നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിന് 1 month ഉണ്ടെങ്കിലും ലാസ്റ്റ് 2 days ആണെങ്കിലും നിങ്ങൾ നല്ലപോലെ റിക്കവറി എടുത്തിരിക്കണം. സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മുടെ വർക്കൗട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും പരമാവധി നിങ്ങൾ 7 to 9 hours എങ്കിലും നിങ്ങൾ സ്ലീപ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ തലേന്നത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല കുട്ടികളുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ടാണ്. അതായത് ചിലർക്ക് തിരുവനന്തപുരമാണ്, ചിലർക്ക് തൃശ്ശൂരാണ്, ചിലർക്ക് ആലപ്പുഴയാണ്. ഇതിൽ ലൊക്കേഷൻ വരുമ്പോൾ അവർക്ക് നേരത്തെ അവിടെ ചെന്ന് സ്റ്റേ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അതായത് തലേന്ന് ഹോട്ടലിൽ ചെന്ന് സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തലേന്ന് നിങ്ങൾ നല്ലപോലെ റിക്കവറി എടുത്തിരിക്കണം, നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കണം. രാവിലെ നിങ്ങൾ 5 or 6 o'clock അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു 30 minutes മുന്നേ തന്നെ നിങ്ങൾ അവിടെ റിപ്പോർട്ടിങ് ചെയ്തിരിക്കണം. അപ്പോൾ പരമാവധി നിങ്ങൾ തലേന്നത്തെ ദിവസം നല്ലപോലെ റിക്കവറി എടുത്തിരിക്കണം. നല്ലപോലെ ഫ്രഷ് ആയിട്ട് വേണം നിങ്ങൾ നെക്സ്റ്റ് ഡേ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത്. അതുകൊണ്ട് നല്ലപോലെ സ്ലീപ്പ് എടുത്തിരിക്കണം ഫിസിക്കലിൻ്റെ തലേന്നും. അതുപോലെ തന്നെ ഇനി എന്നാണോ നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വരുന്നത് അതിന് മുന്നേ 1 മാസം ഉണ്ടെങ്കിലും ആ 1 മാസവും നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ആ ഒരു സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്, ആ ഒരു സ്ലീപ്പിംഗ് ക്വാളിറ്റി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക. സോ യുവർ നെക്സ്റ്റ് പോയിന്റ് ആണ് റണ്ണിംഗ് ഷൂ ആൻഡ് റണ്ണിംഗ് ക്ലോത്ത്സ്. റണ്ണിംഗ് ഷൂവിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് റണ്ണിംഗ് ഷൂ ഉപയോഗിച്ചാണോ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് ആ റണ്ണിംഗ് ഷൂ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ പുതിയ ഷൂ ഉപയോഗിച്ചിട്ട് അവിടെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. അത് നിങ്ങൾക്ക് ഇഞ്ചുറീസ് വരാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ടൈമിംഗ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് റണ്ണിംഗ് ഷൂ ഉപയോഗിച്ചാണോ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് അതേ റണ്ണിംഗ് ഷൂ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. പിന്നെ ക്ലോത്ത്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ഷോർട്സ് ആണെങ്കിലും ഏത് റണ്ണിംഗ് ക്ലോത്ത് ഉപയോഗിച്ചാണോ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്തത് അതായത് അതേ മോഡലിലുള്ള റണ്ണിംഗ് ക്ലോത്ത്സ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഷോർട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ടൈറ്റർ ആണെങ്കിലും. സോ യുവർ നെക്സ്റ്റ് പോയിന്റ് ആണ് എവിടെയാണോ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് ആ ഒരു ലൊക്കേഷനെ കുറിച്ചിട്ട് ഒരു ബേസിക് അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാവർക്കും അറിയാം അവരുടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയപ്പോൾ തന്നെ അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് എവിടെയാണ് നടക്കാൻ പോകുന്നത്, എന്നാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് നേരത്തെ തന്നെ ആ ലൊക്കേഷനിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ പല കുട്ടികളും അവരുടെ ലൊക്കേഷനിൽ പോയിട്ട് 5 kilometer ട്രയലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതേപോലുള്ള ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോയി ട്രയൽ എടുക്കുക. ഈവൻ അവിടെ വരെ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ പലരും ആ ഒരു ലൊക്കേഷനെ പറ്റിയിട്ടും ആ ഒരു 5 kilometer അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന ആ ഒരു മൂവ്മെൻറ്റും ഒക്കെ എന്താണ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് അവർ പറയുന്ന ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷനെ കുറിച്ചിട്ടും ആ ഒരു ഗ്രൗണ്ടിനെ കുറിച്ചിട്ടും ഒക്കെ ബേസിക് അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കോൺഫിഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എവിടെയാണോ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ആ ഒരു ലൊക്കേഷനെ കുറിച്ചിട്ടും ആ ഒരു ഗ്രൗണ്ടിനെ കുറിച്ചിട്ടും ആ ഒരു റോഡിനെ കുറിച്ചിട്ടും ഒരു ബേസിക് അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് പോയിന്റ് ആണ് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോയിരിക്കണം. വളരെ സേഫ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. എല്ലാത്തിൻ്റെയും ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോവുക. ഇനി ഇതോടൊപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പല കുട്ടികളും ചോദിക്കാറുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് മുന്നേ എത്ര ദിവസം റിക്കവറി എടുക്കണമെന്ന്. അത് പല കുട്ടികൾക്കും ഡിഫറൻ്റ് ആണ്. ചില കുട്ടികൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന് മുന്നേ 1 ദിവസം റിക്കവറി മതിയായിരിക്കും. ചില കുട്ടികൾക്ക് 2 ദിവസം റിക്കവറിയുടെ റിക്വയർമെന്റ് ഉണ്ട്. അത് നിങ്ങളും നോക്കുക. നിങ്ങളുടെ ജെനറ്റിക്സ് ലെവലും നിങ്ങളുടെ ട്രെയിനിങ് എക്സ്പീരിയൻസും നിങ്ങളുടെ ടൈമിങ്ങും അനുസരിച്ച് നിങ്ങൾക്ക് മിനിമം 1 maximum 2 days റിക്കവറി എടുക്കാവുന്നതാണ്. സോ യുവർ നെക്സ്റ്റ് പോയിന്റ് ആണ് ഈഗോ റണ്ണിംഗ് അവോയ്ഡ് ചെയ്യണം. ആ ഈഗോ റണ്ണിംഗ് എന്താണ് ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും ട്രെയിനിങ് ചെയ്തിട്ടാണ് അവിടെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 150 ആയിരിക്കും, ചിലപ്പോൾ 200 ആയിരിക്കും, ചിലപ്പോൾ 100 ആയിരിക്കും. അപ്പോൾ ആ ഒരു ബാച്ചിനകത്ത് പല ലെവലിലുള്ള കാൻഡിഡേറ്റ് കാണും. ചിലർ മാരത്തോൺ റണ്ണേഴ്സ് കാണും, ചിലർ സ്പ്രിന്റേഴ്സ് കാണും, ചിലർ ഷോർട്ട് റണ്ണേഴ്സ് കാണും. അപ്പോൾ
അപ്പോൾ എല്ലാവരുടെയും കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എങ്ങനെയാണോ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്തത് ആ ലെവലിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. വേറെ ഏതെങ്കിലും ഒരു റണ്ണേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ റെഡി ഗോ പറയുമ്പോൾ ആ ഒരു പയ്യൻ സ്പീഡിൽ സ്പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ സ്പ്രിൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണോ സ്പീഡ് വർക്കൗട്ട് മെയിൻറ്റെയിൻ ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണോ ട്രയൽ എടുത്തപ്പോൾ സ്റ്റാർട്ടിങ് എടുത്തത്, നിങ്ങൾ എങ്ങനെയാണോ ആദ്യത്തെ 1 കിലോമീറ്റർ എത്ര ലാപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. ഈഗോ റണ്ണിങ് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യരുത്. വേറെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് സ്റ്റാർട്ടിങ്ങിൽ സ്പ്രിൻറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അവൻ അടിക്കട്ടെ. നിങ്ങളുടെ ലെവൽ അനുസരിച്ച്, നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേ രീതിയിൽ നിങ്ങൾ 5 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് പോയിന്റ് ആണ് റണ്ണിങ്ങിന് തലേന്ന് ഏതൊക്കെ ഫുഡ് ഐറ്റം കഴിക്കണം, അതുപോലെ തന്നെ റണ്ണിങ്ങിന് പോകുന്നതിന് മുന്നേ, അതായത് രാവിലെ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ ഫുഡ് ഐറ്റം എന്തോ കഴിക്കണം എന്നതിനെ പറ്റിയിട്ട്. കുട്ടികൾ ആദ്യം ഞാൻ പറയാം, രാവിലെ ഫിസിക്കൽ ടെസ്റ്റ് പോകുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ആവുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ മീൽ എടുത്തിരിക്കണം. മീൽ ഏതാണ് നിങ്ങൾ എടുക്കേണ്ടത്? ഹെൽത്തി ആയിട്ടുള്ള, അതായത് പ്രോട്ടീനും കാർബ്സും അടങ്ങിയ ഫുഡ് ഐറ്റം നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. സ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റം വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ്. കാരണം ഫിസിക്കൽ ടെസ്റ്റിന് അവിടെ ടൈമിംഗ് 5 മണിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 മണിക്ക് നിങ്ങളെ വിളിച്ചിട്ട് അപ്പോൾ തന്നെ ഫിസിക്കൽ നടക്കണമെന്നില്ല. ചിലപ്പോൾ 9 o'clock ആയിരിക്കും, ചിലപ്പോൾ 11 o'clock ആയിരിക്കും ഫിസിക്കൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാക്കറ്റ് ആയിട്ട് വേണം നിങ്ങൾ അത് സേവ് ചെയ്ത് വെക്കേണ്ടത്. അതെങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബനാന നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്, കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഈസി ഒരു ഓപ്ഷനാണ്. അതേപോലെ നിങ്ങൾക്ക് ബ്രെഡ് കൊണ്ടുപോകാവുന്നതാണ്, നിങ്ങൾക്ക് പീനട്ട് ബട്ടർ കൊണ്ടുപോകാവുന്നതാണ്. ഈ ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാവുന്നതാണ് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിന് മുന്നേ തന്നെ. അതുപോലെ ഈ ഒരു ഫുഡ് ഐറ്റം നേരത്തെ കഴിക്കാൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്യൂട്ടബിൾ ആവത്തില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ഫിസിക്കൽ ടൈമിംഗ് അവിടെ പറഞ്ഞിരിക്കുന്നത് 5 മണിയാണ്. അപ്പോൾ നിങ്ങൾ 3 മണിക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സ്യൂട്ടബിൾ ആവത്തില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് 5 മണിക്ക് ഫിസിക്കൽ സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു 5 മണിക്ക് മുന്നേ തന്നെ ഒരു 30 മിനിറ്റ്സ് മുന്നേ നിങ്ങൾ ലൈറ്റായിട്ട് ഏതെങ്കിലും ഒരു ബനാന എടുത്ത് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ്സ് നിങ്ങൾക്ക് ഇതിനിടയിൽ ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ നോക്കുക എപ്പോഴായിരിക്കും നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് വരാൻ പോകും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതനുസരിച്ച് ഒരു 1 hour മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ മീൽ നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ തലേന്ന് ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ ഹോം ഫുഡ് തന്നെ നിങ്ങൾ കഴിക്കാൻ നോക്കണം. ഈവൻ ഹോം ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, ചിലപ്പോൾ ഹോട്ടലിലായിരിക്കും നിങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം നല്ല ഹോട്ടൽ ഏതാണ്. തട്ടുകടയിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വൃത്തിയുണ്ടോ അവിടെ, ആ തട്ടുകടയിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ് ഐറ്റം നല്ലതാണോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് കഴിക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല ഹോട്ടലിൽ കയറിയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റം നിങ്ങൾ കഴിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്തത്, അതായത് വെളിയിലൊക്കെ പോകുമ്പോൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഏതാണോ നിങ്ങൾ കഴിക്കുന്നത് അതേ ഫുഡ് ഐറ്റം തന്നെ നിങ്ങൾ കഴിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ഫുഡ് ഐറ്റം നല്ലതാണോ അതോ ചീത്തയാണോ എന്നൊക്കെ. അതുപോലെ തന്നെ എല്ലാ ദിവസവും നല്ലപോലെ നിങ്ങൾ വാട്ടർ ഇൻടേക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ലാസ്റ്റ് 2 ഡേയ്സും നിങ്ങളുടെ വാട്ടറിൻ്റെ ഇൻടേക്ക് ലെവൽ നിങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ORS ലൈനൊക്കെ നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടും. അതായത് ഇലക്ട്രോലൈറ്റ് ഒക്കെ നിങ്ങൾ പരമാവധി കുടിക്കാൻ നോക്കുക. ലാസ്റ്റ് 2 ഡേയ്സെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റുമായിട്ട് കൂടുതൽ ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അതായത് 1 മാസം 1.5 മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിങ്ങളിപ്പോൾ ഏത് വർക്കൗട്ട് പ്ലാനാണ് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത് അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോകുക. അതിനുശേഷം നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് എന്നാണോ അതിനൊരു 10 days മുന്നേ തന്നെ നിങ്ങൾ സ്പീഡ് വർക്കൗട്ട് ഫോളോ ചെയ്യണം. ആ ഒരു സ്പീഡ് വർക്കൗട്ടിൻ്റെ വീഡിയോ ഞാൻ ഇതേ സെയിം ചാനൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 days മുന്നെയാണ് ആഡ് ചെയ്തത്. ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക. എന്നിട്ട് ഒരു പേനയും ഒരു പേപ്പറും എടുത്തിട്ട് അതിനകത്ത് പറയുന്ന ഓരോ ദിവസത്തെയും ആ ഒരു വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് എന്നാണോ നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വരുന്നത് അതിന് 10 days മുന്നേ ഈ ഒരു സ്പീഡ് വർക്കൗട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ തവണത്തെ SSCGയുടെ ഫിസിക്കൽ ടെസ്റ്റ് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്നതായിരിക്കും. ഇനിയും SSCGയുടെ ഫിസിക്കൽ റിലേറ്റഡ് ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ബാക്കി ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ചെസ്റ്റ് എക്സ്പാൻഷനും ഒന്ന് ട്രൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് കൊണ്ടുപോയിരിക്കണം. പിന്നെ ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആക്സിഡന്റ് ഒന്നും പറ്റരുത്. നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും രീതിയിൽ ഇഞ്ചുറീസ് ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫിസിക്കൽ ചാൻസ് മിസ്സാവുന്നതായിരിക്കും. അതുകൊണ്ട് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയറിംഗ് ആയിട്ട് വേണം നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടത്. ഹെൽമെറ്റ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക. പരമാവധി തന്നെ ട്രാവലിംഗ് പരമാവധി അവോയ്ഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഇഞ്ചുറീസ് വന്നാൽ ഫിസിക്കൽ ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ശ്രദ്ധിക്കുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ വാല്യുബിൾ ആയിട്ട് തോന്നിയാണെന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ ഏതെങ്കിലും ഒരു കമന്റ് നിങ്ങൾ ആഡ് ചെയ്യുക. ഫിസിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷവും നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് അതുകൂടി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അത് നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.